പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാമ്യുവൽ എന്ന ജോൺസൺ നമ്മുടെ കഥാപുരുഷൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കണം എന്ന തത്രപ്പാടിൽ ഓടുകയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. അതുതന്നെയാണ്. അതായത് ഏതൊരു പ്രവൃത്തി നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള ഘടകം പണം തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തും ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ആ പണം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പണം എന്ന് പറയുന്നതിന് ഒരു നിർവചനമുണ്ട്. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ. അതാണ് പണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന, നമുക്ക് സാധിച്ചു തരുന്ന, നമ്മളെ തൃപ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു ആവശ്യമായ ഘടകം തന്നെയാണ് പണം എന്നാണ് പറയുന്നത്. പണത്തെ ചുറ്റിപ്പറ്റി പണമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാം ഉണ്ട്. പണത്തെപ്പറ്റി പറയാറുണ്ട്, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല, പണത്തിന് മണമുണ്ട്, പിന്നെ പണം കണ്ടാൽ പിണവും വാ തുറക്കും, അങ്ങനെ പല കാര്യങ്ങളും പണത്തെപ്പറ്റി പറയാറുണ്ട്. അത് അങ്ങനെ തന്നെ ആണ്. അപ്പോൾ ഈ പണം ഉണ്ടാക്കുക എന്ന ഒരു പ്രാരംഭഘട്ടത്തിലേക്കാണ് നമ്മുടെ സാമ്യുവൽ നീങ്ങുന്നത്. സാമ്യുവലിനെ സഹായിക്കാൻ ജെന്റിൽമാൻസ് മാഗസീനിൻ്റെ ഉടമയായ കേവും ഉണ്ടായിരുന്നു. കേവിന് ജോൺസണെ അത്യാവശ്യമായി വേണ്ടതുകൊണ്ട്, കാരണം കേവിൽ നല്ല ഗുണങ്ങളുണ്ടെന്നും കേവിൻ്റെ പലതും സാധിക്കാൻ പറ്റുമെന്നുമുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ടും കേവ് ജോൺസണെ സഹായിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അയാൾ പല വലിയ ആളുകളുടെ റെക്കമെൻഡേഷനോടുകൂടിയുള്ള ജോൺസണ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡബ്ലിൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ചെന്ന് അവിടെ ഒരു MA ഡിഗ്രി കിട്ടുമോ എന്ന് ചോദിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പലരുടെയും സഹായങ്ങൾ തേടിക്കൊണ്ട് തന്നെ കേവ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനെല്ലാം തടസ്സമായി ജോൺസൺ നിൽക്കുന്നത് ജോൺസൻ്റെ വികൃതമായ രൂപമായിരുന്നു. ജീവിതം എന്ന ത്രാസിൽ വികൃതമായ ഒരു രൂപം, ഒരു കാളകൂട സർപ്പത്തെ പോലെയും, പണം ഇല്ല എന്നതുകൊണ്ട് തന്നെ അത് വല്ലാതെ ഒരു രാക്ഷസ രൂപത്തിലും തുല്യ തൂക്കത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ് ജോൺസൻ്റെ ജീവിതത്തിൽ. ജോൺസണിൽ അതിൽ പതർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജോൺസൺ ജനിച്ചപ്പോൾ വളരെ സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് എ ബൗൺസിങ് ചൈൽഡ്. The stars, moons and the light in the cathedral town glimpsed at his sight എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടി ജനിച്ചപ്പോൾ കത്തീഡ്രൽ ഗ്രാമത്തിലെ നക്ഷത്രങ്ങളും ചന്ദ്രനും മാത്രമല്ല, ആ കത്തീഡ്രൽ പട്ടണത്തിലെ ഈ വിളക്കുകൾ പോലും കണ്ണു ചിമ്മിപ്പോയി. അത്രക്കും സൗന്ദര്യമുള്ള ഒരു ബൗൺസിങ് ചൈൽഡായിരുന്നു നമ്മുടെ സാമ്യുവൽ. വിധി അവനിലേക്ക് ആ കാരുണ്യം കുറേ നാളത്തേക്ക് കൊടുത്തില്ല. അത് പിടിച്ച് പറിച്ചെടുക്കുകയായിരുന്നു. അവനിലുണ്ടായ സ്ക്രോഫുല എന്ന രോഗം അവൻ്റെ മുഖത്തെ വല്ലാതെ വിരൂപമാക്കിയിരുന്നു. അവന് അതിൽ യാതൊരു ദുഃഖവും തോന്നിയില്ല. കാരണം അവൻ്റെ അച്ഛനും അമ്മയും, അതേ ബുക്ക് സെല്ലറായ മൈക്കിളും വളരെ ഭക്തിയുള്ള അമ്മയായ സാറയും അവനിലേക്ക് നല്ല പാരൻറ്റിങ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ വേണ്ട സമയത്ത് പഠിപ്പിച്ച് തന്നെ വളർത്തിയ ഒരു കുട്ടിയായതുകൊണ്ട് അവനിലെ ആ വൈരൂപ്യം അവനെ വല്ലാതെ വിഷമിപ്പിച്ചതേയില്ല. അവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്: ഗോഡ് ഹാസ് എ പ്ലാൻ, ട്രസ്റ്റ് ഇറ്റ്, ലവ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിൽ വിശ്വസിക്കുക, അത് ആസ്വദിക്കുക, അതിലൂടെ ജീവിക്കുക. അവൻ അത് തന്നെ തീരുമാനിക്കുകയാണ്. സൗന്ദര്യം ഇല്ല. എപ്പോഴും നമ്മൾക്കറിയാം, ഏതൊരു കാര്യത്തിനും നമ്മൾ അഭിമുഖമായി ചെല്ലുമ്പോൾ പണമില്ല എന്നുള്ള കാര്യം ആരും ആദ്യം അറിയുകയില്ല. നമ്മുടെ ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ എല്ലാവരും ആദ്യം ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ സൗന്ദര്യം, അയാളുടെ വ്യക്തിത്വം, ഇതെല്ലാം വിലമതിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു. ജോൺസൺ ഏത് ഇൻ്റർവ്യൂവിന് ചെന്നാലും
ജോൺസന്റെ ബുദ്ധിയോ വിവരമോ വിവേകമോ ആരും കണക്കിലെടുത്തില്ല. അയാളുടെ രൂപം, ആഭികരമായ രൂപം എല്ലാവരും വെറുക്കുന്നത് തന്നെയായിരുന്നു. സൗന്ദര്യം അത്യാവശ്യം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവരും സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടുകയാണ്. സൗന്ദര്യമുണ്ടാക്കാൻ, സൗന്ദര്യത്തിലൂടെ ജീവിക്കാൻ, സൗന്ദര്യത്തെ കാണാൻ, ആസ്വദിക്കാൻ, ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ഒരു സൗന്ദര്യമുള്ള വസ്തു എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലെ ഒരു വലിയ സന്തോഷവും ആഹ്ലാദവും തന്നെയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഇപ്പോഴും മനോഹരമായി, അത്ഭുതമായി നിലകൊള്ളുന്നത്. ആ സൗന്ദര്യത്തെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ സൗന്ദര്യബോധമുള്ള ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യത്തെ എപ്പോഴും ആളുകൾ കാണാനും ആസ്വദിക്കാനും വേണ്ടി തന്നെയാണ് ആ മഹാ അത്ഭുതം 42 ഏക്കറിൽ 20,000 ജോലിക്കാർ 22 വർഷം പണിത് ആ മഹാത്ഭുതം നിർമ്മിച്ചിരിക്കുന്നത്. ആ സൗന്ദര്യത്തെ ലോകം മുഴുവൻ എപ്പോഴും കാണണം, ആസ്വദിക്കണം, എല്ലാവരിലേക്കും അത് എത്തിക്കണം എന്ന ഒരു ബോധം, ഒരു സൗന്ദര്യബോധം ആ മഹാനായ ചക്രവർത്തിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു വലിയ സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചക്രവർത്തിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ഒരു പ്രണാമം അർപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കാണാൻ, നമുക്ക് ആസ്വദിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ സൗന്ദര്യങ്ങൾ ഉണ്ട് എന്നൊരു ബോധം നമ്മളിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ ചക്രവർത്തി മഹാനായ ചക്രവർത്തി തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ജോൺസണ് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം പല കാര്യങ്ങളും അങ്ങനെ വല്ലാതെ അങ്ങ് തട്ടിത്തിമിർത്തി അങ്ങ് പോയി, വല്ലാതെ അയാളുടേക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മറഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ ഈ സൗന്ദര്യബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പുരാതന കവിത്രയങ്ങളായി ഒരാളായ കുമാരനാശൻ്റെ ഒരു കവിത നമ്മളെല്ലാം കേട്ട കവിതയാണ്, വളരെ മനോഹരമായ വീണപൂവ് എന്ന കവിത. സത്യത്തിൽ ആ കവിത എല്ലാവരും ഒന്ന് പാടി പഠിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നമ്മളിലേക്ക് എത്തുമ്പോൾ, ഇപ്പം എല്ലാവരും സീനിയർ സിറ്റിസൺമാരായ എല്ലാവരും പറയും, എനിക്ക് പ്രഷറാണ്, ഷുഗറാണ്, കൊളസ്ട്രോളാണ്, കാലുവേദനയാണ്, കൈവേദനയാണ്, നടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മറക്കാതെ ഓരോരോ കവികളുടെയും കഥാകൃത്തുക്കളുടെയും കഥകളും കവിതകളും വായിച്ച് നമ്മളെ മനസ്സിലേക്ക് സന്തോഷമിടുമ്പോൾ നമ്മൾക്ക് ഈ രോഗം എന്ന് പറയുന്നത് വാർദ്ധക്യം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഞാൻ കേൾക്കുന്നതും പരിചയപ്പെടുന്നതുമായ എല്ലാവരും പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ. എൻ്റെ കണ്ണൂരെ ഭാഷയാണെങ്കിൽ അനക്ക് തീരെ കഴിയുന്നില്ലപ്പാ എന്ന് പറയും. സത്യത്തിൽ അനക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എന്നാണ് എല്ലാവരും. ഞാൻ കണ്ണൂരിൽ പോയാലും ഇവിടെ പറയും, എനിക്ക് തീരെ വയ്യ, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, കോച്ചിപ്പിടുത്തമുണ്ട്, ഇങ്ങനെ പറയും. കണ്ണൂരിൽ പോയാലും പറയും, എനിക്ക് ഒന്നും കഴിയുന്നില്ലപ്പാ എന്ന് പറയും. എന്തിനാണ് ഇങ്ങനെ വെറുതെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒന്നും വയ്യ എന്ന് ഇട്ട് കൊടുക്കുന്നത്? ഓരോ കവിത വായിക്കുമ്പോഴും ഓരോ കഥ വായിക്കുമ്പോഴും നമ്മൾ അത് ആസ്വദിച്ച് അതിൻ്റെ അർത്ഥം നമുക്കറിയുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചൊന്ന് പഠിച്ചു നോക്കിയേ സത്യത്തിൽ നമുക്ക് സന്തോഷമായി സുഖമായി ഒരു നല്ല ഒരു ലോകം നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ സൃഷ്ടിക്കാൻ കഴിയും. കുമാരനാശാൻ ആ വീണപൂവിന് ഇതിൻ്റെ സൗന്ദര്യത്തെ പറ്റിയും അത് ക്ഷണഭങ്കുരമാണ് എന്നതിനെ പറ്റിയും ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഒരു പൂവ്, ആ പൂവ് അത് റോസാപ്പൂവാണ്. ആ റോസാപ്പൂവിനെ കാണാൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ. ശ്രീഭൂവിലസ്ഥിരമസംശയമന്നു നിന്റെ അബോധിയെങ്ങു പുനരിങ്ങു കിടപ്പിതോർത്താൽ. അതേ മനോഹരമായ പുഷ്പം അതിങ്ങനെ വീണ് കിടക്കുമ്പോൾ കവി പറയുന്നു, ഹാ പുഷ്പമേ, നീ നിൻ്റെ ആ സൗന്ദര്യകാലത്ത് ഒരു റോസാപ്പൂച്ചെടിയിൽ എത്ര മനോഹരമായി വിലസി ഇരുന്നതാണ്. രാജ്ഞിയെ പോലെ വിലസിയിരുന്ന നീ
ഇപ്പോൾ ഈ തറയിൽ വീണപ്പോൾ നിൻ്റെ ആ ഭംഗി എവിടെ പോയി? ശരിക്കും ആ കവിയെ നമ്മൾ ഒന്ന് വല്ലാതെ അങ്ങ് സ്മരിക്കുകയും സ്തുതിക്കുകയും വേണം. നമ്മളോട് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന ആ ബോധം വെറും നശ്വരമാണ് എന്ന് പറയാൻ വേണ്ടി പല പല വാക്കുകളിലൂടെയും എഴുതിയൊരു മനോഹര കവിതയാണ് അത്. അതിൽ പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടേറ്റ വൈരിക്കുമുമ്പിഴറിയോടിയ ബിരുവാട്ടേ, നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നോക്കി നിന്നിരിക്കാം. സത്യം അതല്ലേ? ഒരു റോസാപ്പൂവിനെ കണ്ടാൽ ആരാണ് നോക്കാത്തത്? വൈദികനാട്ടെ, ശത്രുക്കളുടെ മുമ്പിൽ നിന്നും പേടിച്ചോടിയ ഒരു ഭീരുവാട്ടെ, ആരായാലും ശരി വിടർന്ന് വിലസിയിടുന്ന നിന്നെ ഒന്ന് നോക്കാൻ ഒരിക്കലും ആരും മടിക്കില്ല. അത്രയ്ക്കും സൗന്ദര്യമാണ് ആ പൂവിനെ എന്ന് നമുക്കെല്ലാം അറിയാം. ആ പൂവ് അങ്ങനെ വീണ് തറയിൽ ഇങ്ങനെ അലിഞ്ഞു മണ്ണാവുമ്പോൾ കവി പറയുന്നു, കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞുമിങ് മണ്ണാകുമീ മലര് വിസ്മൃതിയാകുമിപ്പോൾ, എണ്ണീടുമാർക്കുമിതു തൻ ഗതി സത്യമെന്ത്, കണ്ണീരിനാലവധി വാഴ്വു കിനാവു കഷ്ടം. കണ്ണേ മടങ്ങുക, കണ്ണേ നീ മടങ്ങുക. ഈ പൂവ് ഇനിയിപ്പം കരിഞ്ഞലിഞ്ഞ് മണ്ണായി തീരുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും അങ്ങനെ അലിഞ്ഞ് മണ്ണാകും. ഈ ഭൂമിയിൽ എല്ലാവരും അതോർത്ത് കീഴും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ സൗന്ദര്യം എന്ന ബോധം എന്ന ഭാവം ഒരിക്കലും സ്ഥായിയായി ഒരിക്കലും ഒരാളിൽ നിൽക്കുകയില്ല എന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കാൻ ആ കവി നമ്മളോട് ഈ നല്ല ഒരു മനോഹര കവിത എഴുതി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സത്യത്തിൽ മനോഹരമായൊരു കവിതയാണ്. വെറുതെ വിഷമിച്ച് പാഴാക്കി ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കവിത വായിക്കുമ്പോൾ, വാലാമണിയുടെ കളങ്കമറ്റ കൈ, ഇതൊക്കെ നല്ല കവിതകളാണ്. അതെല്ലാം നമ്മൾ ഓരോരുത്തരും ഒരു സീനിയർ സിറ്റിസണായി വരുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ അതെല്ലാം ഇടന്ന് വായിച്ച് ഒന്ന് ഹൃദയസ്ഥമാക്കി വല്ലപ്പോഴും ഇങ്ങനെ വേദന വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ഒന്ന് പാടി ആസ്വദിക്കുമ്പോൾ എനിക്ക് വയ്യേ എന്ന് ഒരിക്കലും ആർക്കും പറയാൻ തോന്നുകയില്ല. ജീവിതം ആസ്വാദ്യമാക്കാൻ, ജീവിക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. രോഗാവസ്ഥ എപ്പോഴും പറഞ്ഞ് മനസ്സിലേക്ക് രോഗാവസ്ഥ തന്നെ ഇട്ടാൽ നമ്മൾ രോഗി തന്നെ ആയിപ്പോകും എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മളായി തന്നെ ജീവിക്കണം എന്ന ഒരു ബോധത്തോടെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ സാമുവലിന് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പലയിടത്തു നിന്നും അദ്ദേഹത്തെ വെറുതെ പറഞ്ഞേക്കുകയാണ്. സൗന്ദര്യമില്ലാത്തവന് ജോലി എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും കാണുമ്പോൾ തന്നെ അയാളിലേക്കൊരു ആകർഷണത്വം ഉണ്ടാവണം എന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ജോൺസണ് എവിടെയും ജോലി കിട്ടിയില്ല. പക്ഷേ ജോൺസൺ മനസ്സിൽ ഉറപ്പിച്ചു, ശാന്തമായ മനസ്സിൽ ശാന്തമായി തന്നെ അയാൾ ഉറപ്പിച്ചു, ഞാൻ എൻ്റെ തീരുമാനത്തിലൂടെ മുൻപോട്ട് പോകുമെന്ന് അയാൾ പറഞ്ഞു. വെൻ മൈൻഡ് ഈസ് കാം ഇൻ്റലക്റ്റ് വിൽ ബി ഷാർപ്പ്. മനസ്സ് ശാന്തമാകുമ്പോൾ ബുദ്ധി നല്ല ഷാർപ്പായിട്ട് തന്നെ നിൽക്കും. അപ്പോഴെടുക്കുന്ന ഡിസിഷൻസ് റൈറ്റ്, റാഷണൽ ആൻഡ് റിവാർഡിങ്. ആ സമയത്ത് എടുക്കും. മനസ്സ് ശാന്തമായിട്ട് എടുക്കുമ്പോഴുള്ള തീരുമാനങ്ങൾ ശരിയായിരിക്കും, റാഷണലായിരിക്കും, റിവാർഡിംഗ് ആയിരിക്കും, സംയോജിതമായിരിക്കും. അതിൽ നിന്നും നമുക്ക് പ്രതിഫലം കിട്ടുന്നത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒട്ടും മനസ്സിനെ വെറുതെ അങ്ങ് പാഴാക്കി വെറുതെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് അയാൾ ഉറക്കെ മനസ്സിനോട് സ്വയം വിളിച്ചു പറഞ്ഞു. അങ്ങനെ അയാൾ ദൃഢമായ വിശ്വാസത്തിൽ മുൻപോട്ട് തന്നെ പോവാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ പണം എന്നുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമേ അല്ലായിരുന്നു. അയാളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇങ്ങനെ ഈ പണം മാത്രം മതി എന്ന് നമ്മളാരും ഒരിക്കലും വിശ്വസിക്കരുത്. നമ്മളെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഒരാൾ
പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടും എന്നത് സത്യമുള്ള കാര്യമാണ്. അങ്ങനെ അതിനെ തരണം ചെയ്യാൻ സത്യസന്ധമായി ഒരു രീതിയിൽ പണം സമ്പാദിക്കുകയും അതിനെ ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും തെറ്റല്ല എന്ന് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഗുരുദേവൻ പറഞ്ഞതിന് എത്രയോ മുമ്പ് തന്നെ നമ്മുടെ സാമ്യുവിലേക്ക് ഈ തത്വം നമ്മുടെ സാറയും മൈക്കിളും എത്തിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചു, സത്യസന്ധമായ വഴിയിലൂടെ ഞാൻ പണം സമ്പാദിക്കും, എനിക്ക് കള്ളത്തരത്തിലുള്ള ഒരു പണം ഒന്നും വേണ്ട എന്ന് അയാളെ തന്നെ പഠിപ്പിച്ചു. അങ്ങനെ അയാൾ നമ്മുടെ കെവിൻ്റെ മാഗസിനിൽ വീണ്ടും ധാരാളം എഴുതി കുറേശ്ശെ പണം സമ്പാദിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പണം അത്രമാത്രം തികയുന്നില്ല. അയാളെ സഹായിക്കാൻ അയാളുടെ ഭാര്യ പോലും ഇല്ലായിരുന്നു. കാരണം ഭാര്യയ്ക്ക് ഉള്ള സ്വത്തെല്ലാം വിറ്റിട്ടാണ് അയാൾ ട്യൂഷൻ ഹോം തുടങ്ങിയത്. അതെല്ലാം നഷ്ടത്തിലായിപ്പോയി. പിന്നെ ഉള്ളത് എല്ലാം വിട്ടുകളയാൻ ഭാര്യ സമ്മതിക്കുന്നതേയില്ല. കാരണം അവർക്കും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. അവർക്ക് ജോൺസണിനോടുള്ള ഒരിഷ്ടം എന്തെന്ന് വെച്ചാൽ ജോൺസൺ അവരെക്കാൾ ഒരുപാട് വയസ്സിന് പ്രായം ഇളയ ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹം മാത്രമാണ് അവർക്ക് ജോൺസണോട് ഉണ്ടായിരുന്നത്. അപ്പോൾ ജോൺസൺ എപ്പോഴും പറയും, ലൈഫ് ഈസ് നത്തിങ് ടു ബി ഡിസയേർഡ് ദാൻ എ പ്രൂഡൻറ്റ് ആൻഡ് വെർച്വസ് വൈഫ് എന്ന്. ജീവിതത്തിൽ ഒരു പുരുഷൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സമയോചിതമായി പ്രവർത്തിക്കുന്ന നന്മയുള്ള ഒരു ഭാര്യയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഭാര്യയെ കിട്ടിയാൽ ജീവിതം എന്തെല്ലാം പാടുപെടേണ്ടി വന്നാലും നന്മയിലേക്ക് തന്നെ പോകും എന്ന് ജോൺസൺ വിശ്വസിച്ചിരുന്നു. പക്ഷേ ജോൺസണ് അത് കിട്ടുന്നില്ല എന്നൊരു വേദനയും വിഷമവും ഉണ്ടായിരുന്നു. എന്നാലും അതെല്ലാം തരണം ചെയ്ത് ഭാര്യയെ സ്നേഹിച്ച് തന്നെ മുമ്പോട്ട് പോകാൻ, ഭാര്യയുടെ പണം എടുക്കാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു പണം സമ്പാദിക്കാൻ പറ്റുമോ എന്ന് അയാൾ നോക്കി മുമ്പോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെയായപ്പോൾ നമ്മുടെ ഖേവ് പറഞ്ഞു, പാർലമെൻറ്റിൽ നടക്കുന്ന സമ്മേളനങ്ങളുടെ എല്ലാം കോപ്പികൾ എടുത്ത് പത്രത്തിൽ പരസ്യം ചെയ്താൽ, ആ പത്രത്തിലിട്ടാൽ, അയാളുടെ മാഗസിനിലിട്ടാൽ നല്ല സർക്കുലേഷൻ കിട്ടും എന്ന്. അപ്പോൾ പാർലമെൻറ്റിൽ പോയിരുന്ന് അവിടെ നടക്കുന്ന ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം പകർത്തിയെഴുതണം. അത് പകർത്തിയെഴുതുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. കാരണം എല്ലാവരും പ്രസംഗങ്ങൾ വളരെ സ്പീഡായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് പകർത്തിയെഴുതാൻ അന്ന് ഷോർട്ട് ഹാൻഡ് നടപ്പില്ലായിരുന്നു. പക്ഷേ ജോൺസൺ സ്വയം തീരുമാനിച്ചു. അയാളുടെ മനസ്സിൽ ഓരോ വാക്കിനും ഓരോ ഷോർട്ട് ഹാൻഡ് അയാൾ ഉണ്ടാക്കി. ആ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് വികസിച്ചു, അയാളുടെ മനസ്സിൽ വികസിച്ചു. അങ്ങനെ ഓരോ വാക്കിനും ഓരോ ഷോർട്ട് ഹാൻഡ് ഉണ്ടാക്കി പാർലമെൻറ്റിൽ നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളും ഡിബേറ്റുകളും ആ മനുഷ്യൻ പകർത്തിയെടുത്ത് പിന്നീട് അത് വിശദീകരിച്ച് എഴുതി നമ്മുടെ ജെന്റിൽമാൻസ് മാഗസിനിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ ആ പ്രശസ്തി വർദ്ധിക്കുകയും അയാൾ ഒരു ജേർണലിസ്റ്റായി മാറുകയും ചെയ്തു. ഇനി ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.